ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകളും ഒരുപാട് ഡയറക്റ്റ് ടാക്സുകളും എല്ലാം കൂടി സബ്സ്യൂം ചെയ്ത് ഒറ്റ ടാക്സ് ആക്കി മാറ്റിയ ഒരു സമ്പ്രദായത്തിനെയാണ് ഇത് വിളിക്കുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നത്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്ന എക്സാമിന് നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. നമ്മളുടെ പഴയ ലിസ്റ്റ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പുതിയ ഒരു എക്സാമിനുള്ള ചാൻസ് ഇപ്പോൾ വരാണ്. അപ്പം നോട്ടിഫിക്കേഷനുള്ള ചാൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന് വേണ്ടിയിട്ടുള്ള എക്സാമിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തേർഡ് മൊഡ്യൂളിൽ വരുന്ന ഒരു ഏരിയ ആണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതിൽ നമുക്ക് CGST ആക്റ്റും അതുപോലെ തന്നെ SGST ആക്റ്റും IGST അതുപോലെ തന്നെ GSTയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ പഠിക്കാനുണ്ട്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ പറയുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. എനിവേ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ആദ്യമേ തന്നെ എന്താണ് GST എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് പഠിക്കുന്നതിന് മുമ്പ് അതിന് GST നമുക്ക് പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം. വളരെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നത്. പണ്ടായിരുന്നു നമ്മൾ ഈ എക്സാം എഴുതേണ്ടിയിരുന്നെങ്കിൽ, പണ്ട് GSTക്ക് മുമ്പ് ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു. അഥവാ സെയിൽസ് ടാക്സ്, അതുപോലെ തന്നെ വാല്യൂ ആഡഡ് ടാക്സ്, ഒരു ഗുഡ്സ് മേലെ തന്നെ വാല്യൂഡ് ടാക്സ് പിടിക്കും. അതുപോലെ തന്നെ സെൻട്രൽ സെയിൽസ് ടാക്സ് പിടിക്കും. ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റ് ആണെങ്കിൽ സെയിൽസ് ടാക്സ് പിടിക്കും. ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ് ആണെങ്കിൽ വാല്യൂഡ് ടാക്സ് പിടിക്കും. ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടി പിടിക്കും, സർവീസ് ടാക്സ്. അങ്ങനെ അനേകം ടാക്സുകളുടെ നിയമങ്ങൾ പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാക്സ് ഓഫീസർ ആവാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ള കേസ് വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, GST എന്ന് പറയുന്ന ഒരൊറ്റ ടാക്സ് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എളുപ്പമാണ് ഈ പറയുന്ന GST പഠിക്കുക എന്നുള്ളത്. ഒറ്റ ടാക്സ് കോംപ്ലിയൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഇതിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് കൂടി ഞാനിവിടെ പറയാം. ഓക്കെ, ഓൾമോസ്റ്റ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് അറിയാമെങ്കിലും കുറച്ച് കാര്യം ഞാനൊന്ന് ആമുഖമായിട്ട് പറയാം. ഡയറക്റ്റ് ടാക്സ്, ഇറ്റ് ഈസ് ലെവീഡ് ഓൺ ഇൻകം ആൻഡ് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ്. അതായത് ഇൻകത്തുമേൽ പിടിക്കുന്ന ഒരു ടാക്സ് ആണ് എന്ത്, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ, ഇൻകം ടാക്സ് ആണ് മനസ്സിലേക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് പിടിക്കുന്ന ടാക്സിനാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഡയറക്റ്റ് ടാക്സുകൾ അനവധിയുണ്ട്. അതായത് ഇൻകം, നമുക്ക് വരുമാനം കിട്ടുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ടാക്സ് അടയ്ക്കുന്നു. അതായത് എനിക്കാണ് വരുമാനം കിട്ടുന്നതെങ്കിൽ ആ വരുമാനത്തിന് ടാക്സ് അടയ്ക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ടാക്സ് ആവുന്നത്. അതുപോലെ തന്നെയല്ലേ നിങ്ങളുടെ വീടിൻ്റെ കരമടയ്ക്കുന്നത്, വീടിന് കരമടയ്ക്കുന്നുണ്ട്, സ്ഥലത്തിന് കരമടയ്ക്കുന്നുണ്ട്, മുനിസിപ്പൽ അതോറിറ്റിയിലേക്ക് ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലോ, വില്ലേജിൽ പോയി ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്താണ്, ഒരു തരത്തിലുള്ള ഡയറക്റ്റ് ടാക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടാക്സിൻ്റെ ബേർഡൻ വരുന്ന വ്യക്തി തന്നെ ഡയറക്റ്റ്ലി പോയി അടക്കുന്ന ഒരു ടാക്സ് ആണെന്ന് ഡയറക്റ്റ് ടാക്സ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്ത്, ഇൻകം ടാക്സ്. കം ടു ഇൻഡയറക്റ്റ് ടാക്സ്, ഇറ്റ് ഈസ് ലെവിഡ് ഓൺ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. പ്രൊഡക്റ്റുമേലും സർവീസുമേലും പിടിക്കുന്ന ഒരു ടാക്സ് ആണെന്ത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ്, ദ ബേർഡൻ ഓഫ് ടാക്സ് കനോട്ട് ബി ഷിഫ്റ്റഡ് ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. ടാക്സിൻ്റെ ബേർഡൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എനിക്കൊരു വരുമാനം കിട്ടുന്നുണ്ട്, ഒരു സ്ഥലത്ത് സാലറിയുടെ വ്യക്തിയാണ് ഞാൻ, എനിക്ക് മാസാമാസം ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ആ ശമ്പളത്തിന്മേൽ എനിക്ക് എൻ്റെ ടാക്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ബേർഡൻ മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് നിങ്ങൾ എല്ലാവരും എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ആയി എന്ന് വിചാരിച്ചു. ആദ്യത്തെ മാസത്തെ ശമ്പളം കിട്ടുകയാണ്, അല്ലെങ്കിൽ മാസാമാസം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ശമ്പളത്തിന്മേൽ ടാക്സ് അടയ്ക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ആ ബേർഡൻ മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സിലേക്ക് വരാണെങ്കിൽ ദ ബേർഡൻ ഓഫ് ടാക്സ് ഷിഫ്റ്റഡ് ഫോർ ഇൻഡയറക്റ്റ് ടാക്സ്. ടാക്സിൻ്റെ ബേർഡൻ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യപ്പെടും. അതെങ്ങനെയാണ്, ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ ഫോണിലാണ് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലാണ്, ശരിയല്ലേ? അപ്പോൾ ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മൊബൈൽ ഫോണിന്മേലും ലാപ്ടോപ്പിന്മേലും ഉറപ്പായിട്ട് നിങ്ങൾ GST അടച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു ഡീലറിൻ്റെ അടുത്ത് പോയി, ഓക്കെ, ലുലു മാളിലോ മൈജിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ പോയിട്ടാണ് അത് എന്ത് ചെയ്തത്, മേടിച്ചത്. ആ വ്യക്തി, ആ റീറ്റെയിലർ ആ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ മേടിച്ച സമയത്ത് അവർ ടാക്സ് അടച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവരെന്ത് ചെയ്തു, ആ ടാക്സ് എമൗണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. സോ ദ ബേർഡൻ ഓഫ് ടാക്സ് ഷിഫ്റ്റഡ് ഫോർ ഇൻഡയറക്റ്റ് ടാക്സ്. അവരടച്ച ടാക്സിൻ്റെ ബേർഡൻ നിങ്ങളിലേക്ക് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് എന്ത് ടാക്സിൻ്റെ പ്രത്യേകത, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ പ്രത്യേകത. ഡയറക്റ്റ് ടാക്സിൻ്റെ വ്യത്യാസം അതാണ്. സോ ഇറ്റ് ഈസ് പെയ്ഡ് ഡയറക്ട്ലി ബൈ പേഴ്സൺ കൺസേൺ. ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിലാണെങ്കിൽ ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്, ഞാനാണ് ടാക്സ് അടയ്ക്കേണ്ടത്. എൻ്റെ വരുമാനത്തിന്മേൽ ടാക്സ് അടയ്ക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്, ബേർഡൻ എനിക്കാണ്. ഓക്കെ, ബട്ട് ഇൻഡയറക്റ്റ് ടാക്സ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ വൺ പേഴ്സൺ.
അതായത് ആ ലുലു മോള് അല്ലെങ്കിൽ മൈജി അല്ലെങ്കിൽ ആ ഇലക്ട്രോണിക് ഷോപ്പുകാരൻ എന്ത് ചെയ്തു, ആ റീറ്റെയിലർ എന്ത് ചെയ്തു, നിങ്ങൾ അടയ്ക്കേണ്ട ടാക്സ് അയാൾ അടച്ചു. ഇറ്റ് ഈസ് പെയ്ഡ് ബൈ വൺ പേഴ്സൺ, ബട്ട് ഹി റിക്കവേഴ്സ് ദ സെയിം ഫ്രം അനദർ പേഴ്സൺ. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, അവർ റിക്കവർ ചെയ്തു. ഹു ആക്ച്വലി ബിയർ ദ ടാക്സ് അൾട്ടിമേറ്റ് കൺസ്യൂമർ. നിങ്ങളാണ് കൺസ്യൂമർ. കൺസ്യൂമർ മീൻസ് ഉപയോക്താവ്, നോട്ട് കസ്റ്റമർ. കസ്റ്റമർ വെച്ചാൽ ഉപഭോക്താവാണ്. അപ്പോൾ കൺസ്യൂമർ ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ടാക്സ് എന്ത് ചെയ്തു, കളക്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിന് മുന്നേ തന്നെ അതുമേലുള്ള പ്രൊഡക്റ്റിന്മേലുള്ള ടാക്സ് ആരടച്ചു, അവർ ഗവൺമെന്റിലേക്ക് അടച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ദ ബർഡൻ ഓഫ് ടാക്സ് ഷിഫ്റ്റഡ് ഫോർ ഇൻഡയറക്റ്റ് ടാക്സ്. ടാക്സിന്റെ ബർഡൻ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് കം ടു ഡയറക്റ്റ് ടാക്സ്. ഇറ്റ് ഈസ് പെയ്ഡ് ആഫ്റ്റർ ദ ഇൻകം റീച്ചസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ടാക്സ് പെയർ. എനിക്ക് മാസം ശമ്പളം കിട്ടി കയ്യിലേക്ക് വരുമാനം കിട്ടിയാൽ മാത്രം ഞാൻ ടാക്സ് അടച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടി വരുമാനം കയ്യിലേക്ക് കിട്ടിയാൽ ടാക്സ് അടച്ചാൽ മതി. സോ ഇൻകം റിസീവ് ചെയ്താൽ മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിലേക്ക് വരാണെങ്കിൽ ഇറ്റ് ഈസ് പെയ്ഡ് ബിഫോർ ഗുഡ്സ് ഓർ സർവീസസ് റീച്ചസ് ദ ടാക്സ് പെയർ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ എത്തുന്നതിന് മുന്നേ തന്നെ അതുമേലുള്ള ടാക്സ് ഗവൺമെന്റ് കിട്ടിക്കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് പെയ്ഡ് ബിഫോർ ഗുഡ്സ് ഓർ സർവീസസ് റീച്ചസ് ദ ടാക്സ് പെയർ. ദെൻ ടാക്സ് കളക്ഷൻ ഈസ് ഡിഫിക്കൽട്ട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നമ്മൾ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കാത്തവരാണ് പല ആളുകളും, അല്ലേ? റിട്ടേൺ സബ്മിറ്റ് ചെയ്യാറില്ല. ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷത്തിന് മേളിലൊക്കെ വരുമാനം പല ആളുകൾക്ക് കിട്ടുന്നുണ്ടാവും. ടാക്സ് അടയ്ക്കാത്ത ഒരുപാട് ആളുകളുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ടാക്സ് കളക്ഷൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഡിഫിക്കൽട്ടാണ് നമ്മുടെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സിനെ സംബന്ധിച്ച്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് ഒരു ഡിഫിക്കൽട്ടി ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ റീറ്റെയിലർ ഉണ്ടല്ലോ, നിങ്ങൾ മൊബൈൽ ഫോൺ മേടിച്ചപ്പോൾ നിങ്ങൾക്ക് കച്ചവടം ചെയ്ത ഇലക്ട്രോണിക് ഷോപ്പ് ഓണർ ഉണ്ടല്ലോ, അയാൾക്ക് ഉറപ്പുണ്ട് ആ പ്രൊഡക്റ്റ് ഞാൻ വിൽക്കുന്ന സമയത്ത് കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കാമെന്ന്. ആ ഉറപ്പുള്ളത് കൊണ്ട് തന്നെ, അഥവാ അയാൾക്ക് ടാക്സ് മേടിക്കാനുള്ള റൈറ്റ് GST ഡിപ്പാർട്ട്മെൻറ്റ് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. ആ ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യും, അതുമേലുള്ള ടാക്സ് അടയ്ക്കും. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യും, ടാക്സ് കളക്ട് ചെയ്യും. സോ ദ ടാക്സ് കളക്ഷൻ ഇസ് റിലേറ്റീവ്ലി ഈസിയർ. ടാക്സ് കളക്ഷൻ എന്താണ്, വളരെ ഈസിയർ ആണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ടാക്സ് ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ ഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ്. എക്സാമ്പിൾ ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്. പക്ഷേ വെൽത്ത് ടാക്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ വെൽത്ത് ടാക്സ് ഇപ്പോൾ നിലവിലില്ല. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ GST ഉണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, സെയിൽസ് ടാക്സ് ഉണ്ട്, സർവീസ് ടാക്സ് ഉണ്ട്. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഇപ്പോൾ നമ്മളെല്ലാവരും നമുക്കറിയാവുന്ന GST ആണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? GST ആണ് ഇപ്പോൾ ഉള്ളത്. എക്സൈസ് ഡ്യൂട്ടിയോ? എക്സൈസ് ഡ്യൂട്ടി GSTയിലേക്ക് സബ്സ്യൂം ചെയ്തു, കസ്റ്റംസ് ഡ്യൂട്ടിയും സബ്സ്യൂം ചെയ്തു, സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ് ഇതെല്ലാം എന്ത് GSTയിലേക്ക് സബ്സ്യൂം ചെയ്ത് ഒറ്റ ടാക്സ് ആക്കി മാറ്റി. എന്നാലും ഇപ്പോഴും ചെറിയ തോതിൽ ഏതുണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. നമ്മളൊക്കെ വണ്ടിയിൽ ഡീസലും പെട്രോളൊക്കെ അടിക്കല്ലേ, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, എക്സൈസ് ഡ്യൂട്ടി പിടിക്കുന്നുണ്ട്. GST അല്ല പിടിക്കുന്ന, എക്സൈസ് ഡ്യൂട്ടി പിടിക്കണം. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഇപ്പോൾ ഉണ്ടോ? ഉണ്ട്, ചെറിയ തോതിലുണ്ട്. എല്ലാ പ്രോഡക്റ്റ് മേലും ഇല്ല. കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നാൽ GSTയിലേക്ക് അത് ഉൾപ്പെടുത്തി. പക്ഷേ കസ്റ്റംസ് ഡ്യൂട്ടിയിലുള്ള ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പോലുള്ള ചില ഡ്യൂട്ടീസ് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ വിദേശ രാജ്യത്തു നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്താൽ GST എന്ന് പറയുന്ന IGST എന്ന് പറയുന്ന ടാക്സും അടയ്ക്കണം. അതുകൂടാതെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഓക്കെ, ദെൻ കം ടു സെയിൽസ് ടാക്സ്. സെയിൽസ് ടാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ പിടിക്കുന്ന ടാക്സാണ് സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത്. വാറ്റ് അല്ലാട്ടോ ഞാൻ പറയാം, സെയിൽസ് ടാക്സ്. പണ്ട് മുതലേ പെട്രോളിന് പിടിച്ചുകൊണ്ടിരുന്ന ടാക്സാണ് സെയിൽസ് ടാക്സ്, സംസ്ഥാന സർക്കാർ. ഇപ്പോഴും പെട്രോളിന്മേൽ സംസ്ഥാന സർക്കാർ ടാക്സ് പിടിക്കുന്നില്ലേ? അതേത് ടാക്സാണ്? സെയിൽസ് ടാക്സ് ആണ്. അപ്പോൾ ഇപ്പോഴും സെയിൽസ് ടാക്സ് ഉണ്ടോ? ഉണ്ട്. ദെൻ കം ടു സർവീസ് ടാക്സ്. സർവീസ് ടാക്സ് ഇപ്പോൾ നിലവിലില്ല. സർവീസ് ടാക്സ് ഇപ്പോൾ കംപ്ലീറ്റ്ലി എന്തിലേക്ക് സബ്സ്യൂം ചെയ്തിട്ടുണ്ട്? GSTയിലേക്ക് സബ്സ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ വാട്ട് ഈസ് GST? എന്താണ് GST? അപ്പോൾ GSTയിലേക്ക് സബ്സ്യൂം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ദെൻ വാട്ട് ഈസ് GST? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് ലെവിഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് മേലും സർവീസസ് മേലും പിടിക്കുന്ന ഒരു ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. അമാൽഗമേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ടാക്സ് റെജീം ഇൻ ടു സിംഗിൾ ടാക്സ്. അഥവാ എന്താണ്, ഒരുപാട് ടാക്സുകൾ സെൻട്രൽ ഗവൺമെൻറ് പിടിച്ചുകൊണ്ടിരുന്ന, സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പിടിച്ചുകൊണ്ടിരുന്ന അനേകം ടാക്സുകൾ എല്ലാം കൂടി ചേർത്തിട്ട് എന്താക്കി മാറ്റി, ഒറ്റ ടാക്സ് ആക്കി മാറ്റി. ഇതിനാണ് ഇത് വിളിക്കുന്നത് GST എന്ന് പറയുന്നത്. മോട്ടോ എന്തായിരുന്നു? മോട്ടോ വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ്. പണ്ട് കാലത്ത് GSTക്ക് മുമ്പ് കേരളത്തിലുണ്ടായിരുന്നത് വാല്യൂർ ടാക്സ്, കേരള വാല്യൂർ ടാക്സ്. തമിഴ്നാട്ടിലും അവരുടെ വാല്യൂർ ടാക്സ് ഉണ്ട്. പക്ഷേ കേരളത്തിലുള്ള ടാക്സിൻ്റെ റേറ്റ് അല്ല തമിഴ്നാട്ടിലുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഗുഡ്സ് കേരളത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എൻട്രി ടാക്സ് ഒക്കെ കൊടുക്കണമായിരുന്നു.
അങ്ങനെ പല പല ബോർഡറുകളിലും ചില ടാക്സുകളൊക്കെ കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒന്നാലോചിച്ച് ഒരു രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നോ ഒരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ഗുഡ്സ് കൊണ്ടുവരുന്ന സമയത്ത് വീണ്ടും വീണ്ടും ടാക്സ് അടയ്ക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ട് ഏറിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഒരൊറ്റ മാർക്കറ്റാക്കി മാറ്റുക. വൺ നേഷൻ വൺ മാർക്കറ്റ് വൺ ടാക്സ്, അതാണ് അതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. സോ മോട്ടോ ഈസ് വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് വിത്ത് എഫക്ട് ഫ്രം 1 ജൂലൈ 2017. ഇത് എന്ന് മുതലാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1 മുതലാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന ടാക്സ് GST എന്ന് പറയുന്ന സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വന്നത്. കാര്യം ഇത് 2017 ജൂലൈ 1 മുതലാണ് നിലവിൽ വന്നതെങ്കിലും 2000 മുതൽ AB വാജ്പേയിയുടെ കാലഘട്ടം മുതലേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ പ്ലാനിങ് നടന്നിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രണബ് മുഖർജിയുടെ കാലത്തും അതുപോലെ തന്നെ P ചിദംബരത്തിൻ്റെ കാലത്തും UPA സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിലും ഇതിൻ്റെ ബേസിക് സ്കെൽട്ടൺ ഉണ്ടാക്കുകയും അതിൻ്റെ ബില്ലുകൾ അവതരിപ്പിക്കുകയും അത് തള്ളിപ്പോവുകയും വീണ്ടും അവതരിപ്പിക്കുകയും വീണ്ടും തള്ളിപ്പോവുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ എനിവേ ഒരു 10-12 വർഷ കാലഘട്ടം സമയം എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്? GST എന്ന് പറയുന്ന സമ്പ്രദായം നമ്മുടെ മുന്നിലേക്ക് എത്തിയതെന്ന് മനസ്സിലാക്കാം. 2017 പെട്ടെന്ന് ഉടലെടുത്തൊരു സാധനമല്ല GST. 2000 മുതലുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു GSTയുടെ. സോ അതിൻ്റെ എവല്യൂഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ആപ്പിൽ വരുന്നുണ്ട്. സോ എനിവേ അടുത്തത്, GST is an indirect tax which has replaced many indirect taxes in India such as excise duty, VAT, service tax, etc. VAT, service tax, excise duty, അങ്ങനെ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകളും ഒരുപാട് ഡയറക്റ്റ് ടാക്സുകളും എല്ലാം കൂടി സബ്സ്യൂം ചെയ്ത് ഒറ്റ ടാക്സ് ആക്കി മാറ്റിയ ഒരു സമ്പ്രദായത്തിനെയാണ് ഇത് വിളിക്കുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, GST ഈസ് എ കംപ്രിഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഇസ് കോംപ്രിഹെൻസീവ് ടാക്സ് സിസ്റ്റം, എല്ലാം കൂടി ചേർന്ന് ഉള്ളൊരു സംഭവമാണ്. മൾട്ടി സ്റ്റേജ് ടാക്സ് സിസ്റ്റമാണ്. എന്താണ് ഈ മൾട്ടി സ്റ്റേജ് ടാക്സ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ടാക്സ് പിടിക്കുന്നത്. ഓക്കെ, ഒരു മാനുഫാക്ചറർ സപ്പോസ് ഈ പറയുന്ന എന്താണ് ഈ സ്ലൈഡ് ചേഞ്ചർ ഒരു മാനുഫാക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചിട്ട് മാനുഫാക്ചർ ഉണ്ടാക്കുന്ന മഹാരാഷ്ട്രയിൽ വെച്ചാണെന്ന് വിചാരിച്ചു. ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ എന്ത് ചെയ്യുന്നു? നേരെ കർണാടകയിലേക്ക് വിൽക്കുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന സെയിൽസ് ഏതാണ്? ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് ആണ്. അപ്പോൾ അവിടെ എന്ത് പിടിക്കും? IGST പിടിക്കും. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് നേരെ കേരളത്തിലേക്ക് വിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ കർണാടകയിലാണ് ഹോൾസെയിലർ എങ്ങോട്ടേക്ക് വന്നു? കേരളത്തിലേക്ക് വെക്കുന്നു, റീറ്റെയിലറിലേക്ക് വെക്കുന്നു. അവിടെയും എന്ത് വരും? IGST വരും. കേരളത്തിലെ ആൾ എന്ത് ചെയ്യും? ആ റീറ്റെയിലർ ഒരു കൺസ്യൂമറിലേക്ക് എന്ത് ചെയ്യുന്നു? എൻ്റെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് എന്ത് ചെയ്തു? വിറ്റു. ഓക്കെ, സോ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്യും? ടാക്സ് പിടിക്കും. സപ്പോസ് മാനുഫാക്ചറർ ഈ പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിച്ചത് 100 രൂപയാണെങ്കിൽ പ്ലസ് ഒരു 10% ടാക്സ് കൂടി മേടിക്കും. ഓക്കെ, അപ്പോൾ 100 രൂപ പ്ലസ് 10 രൂപ ടാക്സ് ആരുടെ അടുത്ത് മേടിച്ചു? ഹോൾസെയിലറിൻ്റെ അടുത്ത് മേടിച്ചു. ഹോൾസെയിലറിൻ്റെ അടുത്ത് മേടിച്ച ടാക്സ് എന്ത് ചെയ്യും? ഈ മാനുഫാക്ചറർ നേരെ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കും. ഓക്കെ, ഇപ്പോൾ ആരുടെ പോക്കറ്റിൽ നിന്നാണ് ടാക്സ് പോയിരിക്കുന്നത്? ഹോൾസെയിലറിൻ്റെ കയ്യിൽ നിന്ന്. ഹോൾസെയിലർ എന്ത് ചെയ്യും? ഈ പ്രൊഡക്റ്റ് ഒരു 200 രൂപക്ക് ആർക്ക് വെക്കും? റീറ്റെയിലറിലേക്ക് വിൽക്കും. ഓക്കെ, അപ്പോൾ റീറ്റെയിലറിലേക്ക് വെക്കുമ്പോഴത്തേക്കും ഹോൾസെയിലർ റീറ്റെയിലറിൻ്റെ അടുത്ത് എന്ത് ചെയ്യും? 200 രൂപയുടെ 10% ടാക്സ് ആയിട്ട് എന്ത് ചെയ്യും? 20 രൂപ കളക്ട് ചെയ്യും. ഹോൾസെയിലറിൻ്റെ പോക്കറ്റിൽ നിന്ന് എത്ര പോയിട്ടുണ്ട്? 10 രൂപ. ഹോൾസെയിലറിൻ്റെ കയ്യിലേക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 20 രൂപ. ഹോൾസെയിലറിന് എന്താ അവകാശമുണ്ട്? ഹോൾസെയിലർ GST രജിസ്റ്റർ എടുത്തിട്ടുണ്ടല്ലോ. ഹോൾസെയിലർ എന്ത് ചെയ്യും? ആ 20 രൂപയിൽ നിന്ന് 10 രൂപ ക്രെഡിറ്റ് ചെയ്തെടുത്തിട്ട് ബാക്കി 10 ഗവൺമെൻറ്റിലേക്ക് കൊടുക്കും. അപ്പോൾ ഹോൾസെയിലർക്ക് നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല. ഗവൺമെൻറ് നഷ്ടമുണ്ടോ? ഗവൺമെൻറ്റില്ല. കാരണം എന്താ? ഗവൺമെൻറ്റിന് ഈ പറഞ്ഞ 200 രൂപയുടെ പ്രൊഡക്റ്റിൻ്റെ 10% ടാക്സ് ആദ്യഘട്ടത്തിൽ 10 രൂപയും രണ്ടാം ഘട്ടത്തിൽ 10 രൂപയും കൂടി ചേർത്ത് ടോട്ടൽ 20 രൂപ കിട്ടി. ഗവൺമെൻറ്റിന് കിട്ടേണ്ടത് കിട്ടി. ഹോൾസെയിലറെ സംബന്ധിച്ച് കയ്യിൽ നിന്ന് പോയത് തിരിച്ച് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ആർക്കാ നഷ്ടം? റീറ്റെയിലർക്കാണ്. റീറ്റെയിലർ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് 300 രൂപക്ക് മറ്റൊരാൾക്ക് വിൽക്കുന്നു. കൺസ്യൂമറായിട്ടുള്ള എനിക്ക് വിറ്റു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 300 രൂപക്ക് അത് മേടിക്കുമ്പോൾ 30 രൂപ ടാക്സ് ആർക്ക് കൊടുക്കും? റീറ്റെയിലർക്ക് കൊടുക്കും. റീറ്റെയിലറുടെ കയ്യിലേക്ക് എത്ര കിട്ടി? 30 രൂപ. റീറ്റെയിലർ എന്ത് ചെയ്യും? 20 രൂപ നേരെ പോക്കറ്റിലേക്ക് ഇടും. ബാക്കി 10 രൂപ എന്ത് ചെയ്യും? ഗവൺമെൻറ്റിലേക്ക് കൊടുക്കും. അപ്പോൾ ഗവൺമെൻറ്റിന് 3 സമയത്തായിട്ട് എത്ര കിട്ടി? 30 രൂപ കിട്ടി. റീറ്റെയിലറോ ഹോൾസെയിലറോ മാനുഫാക്ചറോ ആരും എന്ത് ചെയ്തിട്ടില്ല? ടാക്സ് അപഹരിച്ചിട്ടില്ല. ഫുൾ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. ടാക്സിൻ്റെ മുകളിൽ ടാക്സ് വന്നിട്ടുമില്ല. ഓക്കെ, സോ ഇത്രയും വൃത്തിയുള്ള വളരെ കറക്റ്റായിട്ടുള്ളൊരു ടാക്സ് സമ്പ്രദായമാണ് ഇത് GST എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റേജ് ടാക്സ് സിസ്റ്റം. മൾട്ടി സ്റ്റേജ് ആണ്. ഓക്കെ, അടുത്താണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റം. ഇതെന്താണ്? ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റമാണ്. ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ സപ്പോസ്
കേരളത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഹാരാഷ്ട്രയിൽ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് കേരളത്തിലേക്കാണ് വിറ്റതെങ്കിൽ IGST ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. IGST ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 12% ടാക്സ് ആണെന്ന് വിചാരിച്ചു, ഈ പ്രൊഡക്റ്റിന് 12% ടാക്സ് ആണെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ 12%-ലെ 6% കേന്ദ്ര സർക്കാരിനും 6% ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലേക്ക് വിറ്റാൽ 6% ടാക്സ് കേന്ദ്രം എടുക്കും, 6% ആരെടുക്കും? മഹാരാഷ്ട്ര എടുക്കോ കേരളം എടുക്കോ? കേരളത്തിനാണത് കിട്ടുക. കാരണം ഇതെന്താണ്? ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റമാണ്. കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിനാണ് എന്ത് കിട്ടുക? ടാക്സ് കിട്ടുക. സോ ഇറ്റ് ഇസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റം. വിത്ത് ദാറ്റ് ടാക്സ് ഇസ് ലെവിഡ് ഓൺ എവറി വാല്യൂ അഡീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റത്തെ കുറിച്ചും ഈ മൾട്ടി സ്റ്റേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മുടെ ആപ്പിലെ വീഡിയോസിലെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് വിത്ത് ദ എയിം. എന്താണ് ലക്ഷ്യം? കോമൺ നാഷണൽ മാർക്കറ്റ്. എന്തിനാണ് GST ഇങ്ങനെ വന്നത്? ഒരു കോമൺ നാഷണൽ മാർക്കറ്റ് ആക്കുക എന്നുള്ളതാണ്. കാരണം ഓരോ സംസ്ഥാനത്തും തോന്നുന്ന പോലെ ടാക്സ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കോംപ്ലിക്കേഷൻ വരും, ടാക്സിൻ്റെ മേളിൽ ടാക്സ് വരും. അത് അവോയ്ഡ് ചെയ്യലാണ്. മിറ്റിഗേറ്റ് ടാക്സ് കാസ്കേഡിങ് ആൻഡ് ടാക്സ് പിരമിഡിങ്. മെയിൻ ലക്ഷ്യം എന്താണ്? ടാക്സ് കാസ്കേഡിങ്ങും ടാക്സ് പിരമിഡിങ് എന്ത് ചെയ്യണം? ലഘൂകരിക്കുക എന്നുള്ളതായിരുന്നു GSTയുടെ എന്ത് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയണം എന്താണ് ഈ ടാക്സ് കാസ്കേഡിങ് ആൻഡ് ടാക്സ് പിരമിഡിങ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ടാക്സ് കാസ്കേഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടാക്സ് പിരമിഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ടാക്സ് കാസ്കേഡിങ്? അതായത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റിമോട്ട്, ഈ റിമോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട്, ഈ റിമോട്ട് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചർ അടച്ചിട്ടുണ്ട്? ഇതിൻ്റെ റോ മെറ്റീരിയൽ മേടിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് മേടിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ചിപ്പ് മേടിച്ചിട്ടുണ്ട്, റബ്ബർ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക് മേടിച്ച സമയത്ത് ഇയാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് മേടിച്ചത് വേറെ സംസ്ഥാനത്ത് നിന്നാണ് മേടിച്ചത്. അപ്പോൾ GSTക്ക് മുമ്പ് അയാൾ എന്താണ് ടാക്സ് അടച്ചത്? CST അടച്ചിട്ടുണ്ടാവും. ഓക്കെ, സെൻട്രൽ സെയിൽസ് ടാക്സ് അടച്ചിട്ടുണ്ടാവും. ഈ ചിപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ എന്താ അടച്ചിട്ടുണ്ടാവും? കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ എന്തുണ്ടാവും? ഇതിന് കുറച്ച് റബ്ബർ മേടിച്ചിട്ടുണ്ട്. റബ്ബർ മേടിച്ചത് നോർമലി ഉള്ള ഒരു സാധാരണ ഒരു കച്ചവടക്കാരൻ്റെ അടുത്താണ് മേടിച്ചത്. അയാൾ വാറ്റിൻ്റെ രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിയാണ്. അപ്പോൾ വാറ്റ് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റിന് മേൽ എന്തൊക്കെ ടാക്സ് അടച്ചിട്ടുണ്ട്? എക്സൈസ് ഡ്യൂട്ടി അടച്ചിട്ടുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിട്ടുണ്ട്, പിന്നെന്താ അടച്ചിട്ടുണ്ട്? എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, വാല്യൂ ടാക്സ്. ഇങ്ങനെ 3 ടാക്സുകൾ അടച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ടാക്സുകൾ അടച്ചിട്ടുണ്ട്. ഇനി കൂടാതെ ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത സമയത്ത് ഇതിൻ്റെ മാനുഫാക്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? അതുമേലും ഒരു എക്സൈസ് ഡ്യൂട്ടി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറ്റുക? ഈ പ്രൊഡക്റ്റ് അവസാനം ഒരു 100 രൂപ, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ഒന്നും ഇല്ലാതെ ചിലപ്പോൾ 70 രൂപ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സൈസ് ഡ്യൂട്ടിയും അതുപോലെ തന്നെയുള്ള ഡ്യൂട്ടീസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് എത്ര വന്നത്? 100 രൂപ വന്ന് 30 രൂപ ടാക്സാണ്. ഏത് ടാക്സാണ്? വാല്യൂറോ ടാക്സ് അല്ലാട്ടോ, വേറെ കുറേ ടാക്സുകൾ. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് 100 രൂപ വന്നു. ഈ മാനുഫാക്ചർ ഇതിന് എത്ര രൂപ വിൽക്കാം? 100 പ്ലസ് ഒരു 50 രൂപ പ്രോഫിറ്റ് ഇട്ട് 150 രൂപ വിൽക്കും. ഈ 150 രൂപയിൽ എന്ത് ഇൻക്ലൂഡിംഗ് ആണ്? എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം ഇൻക്ലൂഡിംഗ് അല്ലേ? ഈ 150 രൂപക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന മാനുഫാക്ചറർ എന്ത് ചെയ്യും? 10% വാല്യൂഡ് ടാക്സ് കളക്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? 10% വാല്യൂ ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ 150 രൂപയുടെ 10%ആയിട്ട് 15 രൂപ കളക്ട് ചെയ്യും. ഒന്ന് ആലോചിച്ചേക്ക്, ഈ 15 രൂപയിൽ 3 രൂപ എന്ന് പറയുന്നത് എന്താണ്? ടാക്സിൻ്റെ മേളിൽ ടാക്സാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇതിന്മേൽ 30 രൂപ ടാക്സ് വന്നത് എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി പോലുള്ള ഡ്യൂട്ടിയാണ്. ഈ ഡ്യൂട്ടിയുടെ മേളിൽ എന്ത് കയറി വന്നു? വാല്യൂ ടാക്സ് കയറി വന്നു. അത് ശരിക്കും ന്യായമാണോ? ന്യായമല്ല, അന്യായമാണ്. അതായത് ഒരു ടാക്സിൻ്റെ മേളിൽ മറ്റൊരു ടാക്സ് കയറി വന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടാക്സ് കാസ്കേഡിങ് എന്ന് വിളിക്കുന്നത്. അഥവാ ഓൾഡ് ടാക്സ് സിസ്റ്റത്തിൽ വാറ്റ്, CST, എക്സൈസ് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടാക്സുകളുണ്ട്. അങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ടാക്സിൻ്റെ മേളിൽ എന്ത് കയറി വരും? ടാക്സ് വരും. അപ്പോൾ ഒരു മാനുഫാക്ചർ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് വിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലറിലേക്ക്, അല്ലെങ്കിൽ റീറ്റെയിലർ കൺസ്യൂമറിലേക്ക് വിൽക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ടാക്സിൻ്റെ മേളിൽ വേറൊരു ടാക്സ് കയറി വരും. അഥവാ ഈ കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, CST ഇതിൻ്റെ മേളിലൊക്കെ എന്ത് കയറി വരാൻ ചാൻസ് ഉണ്ട്? ഈ പറയുന്ന വാല്യൂഡ് ടാക്സ് കയറി വരാൻ ചാൻസ് ഉണ്ട്. ഇനി വാട്ട് ഈസ് ടാക്സ് പിരമിഡിങ്? ഇത് ഒരാളിൽ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. മാനുഫാക്ചർ ഹോൾസെയിലറിലേക്ക് വിൽക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഹോൾസെയിലർ ഇപ്പോൾ ഒരു 3 രൂപ ടാക്സിൻ്റെ മേളിൽ ടാക്സ് അടച്ചിട്ടുണ്ട്. ഈ ഹോൾസെയിലർ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് റീറ്റെയിലറിലേക്ക് വെക്കും. അപ്പോൾ അവിടെയും എന്ത് ചെയ്യും? ടാക്സിൻ്റെ മേളിൽ ടാക്സ്, അതിൻ്റെ മേളിലും കൂടി എന്ത് വരും? ടാക്സ് വരും. റീറ്റെയിലർ കൺസ്യൂമറിൻ്റെ മേളിലേക്ക് വരുമ്പോഴത്തേക്കോ വീണ്ടും അതിൻ്റെ മേളിൽ ടാക്സ് വരും. ദാറ്റ് മീൻസ്
റോ മെറ്റീരിയൽ പ്രൊഡക്ഷൻ, ഹോൾസെയിൽ, റീറ്റെയിൽ, ഫൈനലി എൻഡ് കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു പിരമിഡ് പോലെ എന്ത് ചെയ്യും ആയി വരും. ഓക്കെ, ഇത് കുമിഞ്ഞു കൂടാൻ ചാൻസ് ഉണ്ട്. സോ വാട്ട് ഈസ് ടാക്സ് കാസ്കേഡിങ്? മറ്റൊരു ടാക്സിൻ്റെ മേളിൽ വാല്യൂ ആഡഡ് ടാക്സ് കയറി വരാം, ടാക്സിൻ്റെ മേളിൽ ടാക്സ് കയറി വരാം. ദെൻ വാട്ട് ഈസ് പിരമിഡിങ്? നമ്പർ ഓഫ് ഡീലേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും ഇത് പിരമിഡ് പോലെ രൂപാന്തരപ്പെടുകയും അവസാനം കൺസ്യൂമറിന് ഒരു എക്സ്ട്രാ ടാക്സ് ബേർഡൻ വരികയും ചെയ്യും. ഇതിൻ്റെ ബെനഫിഷ്യറി ആരാണ്? സത്യത്തിൽ ഗവൺമെൻറ്റാണ്. ഇങ്ങനെ ടാക്സ് മേടിച്ച് കഴിഞ്ഞാൽ ആർക്കാ ബെനിഫിറ്റാണ്? സർക്കാരിന് ബെനിഫിറ്റ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സിന് മേളിൽ ടാക്സ് കിട്ടുമ്പോൾ അത് ആർക്ക് കിട്ടുക? സർക്കാരിനല്ലേ കിട്ടുക. ഓക്കെ, പക്ഷേ അതിൻ്റെ ബേർഡൻ ആർക്കാണ്? കൺസ്യൂമർക്കാണ്. സിമ്പിൾ, ഏതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ, ഡീസൽ പോലെ തന്നെ നമുക്കറിയാലോ, പെട്രോള് 40 രൂപ 50 രൂപ വിലയാണ് അതിൻ്റെ ഫേസ് വാല്യൂ കറക്റ്റ് ഉള്ളൂ. അതുമേലെ ഒരു 30 രൂപ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? കേന്ദ്ര സർക്കാർ ടാക്സ് എക്സൈസ് ഡ്യൂട്ടി പിടിക്കുന്നുണ്ട്. അപ്പോൾ 30 രൂപ പിടിക്കുകയാണെങ്കിൽ 80 രൂപയായി. അപ്പോൾ ആ 80 രൂപ മേലാണ് ആര് ടാക്സ് പിടിക്കുന്നത്? സംസ്ഥാന സർക്കാർ ടാക്സ് പിടിക്കുന്നത്. കേന്ദ്ര സർക്കാർ എങ്ങനെയെങ്ങാനും 1% അല്ലെങ്കിൽ 5% ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ടാക്സ് കൂട്ടില്ല, നൈസായിട്ട് അവിടെ നിൽക്കും. പക്ഷേ സംസ്ഥാന സർക്കാരിന് എന്ത് കിട്ടും? കേന്ദ്ര സർക്കാർ കൂട്ടുന്ന ടാക്സിൻ്റെ 1% അല്ലെങ്കിൽ 5% കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ 5%ത്തിൻ്റെ ഒരു പങ്ക് ആർക്ക് കിട്ടും? സംസ്ഥാന സർക്കാരിന് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ടാക്സ് പിടിക്കുന്നത് 10% ആണെന്ന് വിചാരിച്ചോ, 50 രൂപയുടെ 10%. ഓക്കെ, സംസ്ഥാന സർക്കാർ ടാക്സ് പിടിക്കുന്നത് 5% എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ സംസ്ഥാന സർക്കാർ ഞങ്ങൾ 5 പിടിക്കുന്നുള്ളൂ, കേന്ദ്രം 10 പിടിക്കുന്നുണ്ട്. കേന്ദ്രം എന്ത് ചെയ്തു? ആ പറയുന്ന 10% എന്നുള്ളത് എത്രയാക്കി? ഒരു 12% ആക്കി, 2% കൂട്ടി. ഓക്കെ, അപ്പോൾ സംസ്ഥാനത്തിന് എന്ത് കിട്ടും? കേന്ദ്രം കൂട്ടിയ 2% ടാക്സിൻ്റെ 5% കൂടി എന്ത് ചെയ്യും? സംസ്ഥാനത്തിന് കിട്ടും. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ പെട്രോളും ഡീസലും വരുന്ന അതിൻ്റെ കാൽക്കുലേഷൻ എല്ലാം നിങ്ങൾക്കറിയാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സംസ്ഥാന സർക്കാരിന് ടാക്സിൻ്റെ മേളിലുള്ള ടാക്സ് കിട്ടുകയാണ്, ശരിയല്ലേ? ടാക്സിൻ്റെ മേളിലുള്ള ടാക്സ് കിട്ടുക, അത് കുറയ്ക്കണമെന്നുള്ളതാണ് നമ്മുടെ മന്ത്രിസഭയിലൊക്കെ എന്ത് ചെയ്യുന്നത്? എപ്പോഴും ചർച്ച, മന്ത്രിസഭയിൽ അതുപോലെ തന്നെയുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ചർച്ചകളും ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നത് അത് തന്നെയാണ്. സോ എനിവേ, ഇത് പെട്രോളിൻ്റെ കേസിൽ മാത്രമുള്ള എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പോൾ പണ്ട് നമ്മൾ മേടിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുമേലും ടാക്സിൻ്റെ മേളിൽ ടാക്സ് അടച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നത്? GST എന്ന് പറയുന്ന ടാക്സ് സമ്പ്രദായം വന്നത് എന്ന് മനസ്സിലാക്കുക. സോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ GSTയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ GSTയുമായി ബന്ധപ്പെട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതുപോലെ തന്നെ CGST, SGST പോലുള്ള ടാക്സുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ എക്സാമിൻ്റെ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, കോമ്പറ്റീറ്റീവ് ക്രാക്കർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 83,000 വരെ നമുക്ക് ശമ്പളം കിട്ടുന്ന, എല്ലാവരും ഒരുപാട് നോക്കിക്കാണുന്ന, ഡ്രീം ചെയ്യുന്ന ഒരു ജോബാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്നത്. അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് നല്ല പ്രൊമോഷൻ, നല്ല ലെവലിലേക്ക് നമുക്ക് കയറി പോകാനും നമുക്ക് പറ്റും. സോ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരുന്നത്. സോ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഇതിൻ്റെ പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺ. എല്ലാവരും പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുക. താങ്ക്